ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു സീരീസ് വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് ബോർഡാണ്. അപ്പോൾ നമുക്ക് കേക്ക് ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ബോർഡിൻ്റെ പീസോ എന്താണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം, അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുക്കാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർഡ് ബോർഡ് ആണെങ്കിൽ കാർഡ് ബോർഡ് എടുക്കാം, അല്ലെങ്കിൽ കേക്കിൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ബോർഡ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോർഡാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. കളർ പേപ്പേഴ്സ് കൊണ്ട് നമ്മൾക്കൊരു റോസ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ സാധാരണ റോസ് ഉണ്ടല്ലോ, ഈ പേപ്പറിനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റോസ്, അതാണ് കേട്ടോ. പിന്നെ ഇത് കളർ പേപ്പർ നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മുടെ സാധാരണ ബുക്കിൻ്റെ പേജ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കളർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ ഹോം മെയ്ഡ് കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും റൗണ്ട് ബോക്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് സെൻറ്റർ വരെ ഇങ്ങനെ കട്ട് ചെയ്ത് വരെ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് റോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് സെൻറ്റർ വരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന റോസാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. റോസ് പൂവിൻ്റെ ഒക്കെ ചെറിയൊരു റോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലവർ. എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനെങ്ങനെ വെച്ചിട്ട് വിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ വിരിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ പകുതി കട്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു കുറച്ച് പീസും കൂടെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിലിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ സാധാരണ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചേക്കണത്. കുറച്ച് കളർ പേപ്പറിൽ അങ്ങനെ കോൺസ് ചെയ്തെടുത്തിട്ട് ഒരു വൂളിൽ നമ്മൾ കോർത്തെടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ കോൺ ഉണ്ടാക്കിയിട്ട് വൂളിൽ കോർത്തെടുത്തേക്കാണ്. പല കളേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടം ഒരു കളർ മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ബോർഡ് എടുക്കുകയാണ്. ബോർഡ് എടുത്തിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലോട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫെവിക്കോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്രിൻ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തു. ആദ്യം ബാക്കിൽ ഒട്ടിക്കാമെന്ന് വെച്ച് പിന്നെ ഈ ഗോൾഡൻ ഭാഗത്ത് തന്നെ ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ബബിൾസ് ഒക്കെ വരും. അതുപോലെ തന്നെ ചുളിവൊന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അനുസരിച്ച് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ആ ഒരു പ്രിൻറ്റിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് കളറ് വൈറ്റ് കളർ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മേർജ് ആയെന്ന പോലെ തോന്നും. അല്ലെങ്കിൽ അത് നമുക്ക് ഇതായിട്ട് തോന്നില്ല, നമ്മൾ പേപ്പർ ഒട്ടിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ അതിനെയും കൂടെ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ആ ഒരു ബോർഡിലോട്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തെടുത്തു. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ പിക്ചർ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചാൽ തോന്നില്ല. അപ്പോൾ അതൊന്ന് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളിതാ ഒരു 3D ഔട്ട്ലൈനർ എടുത്തിട്ട് ഈ ജ്വല്ലറിമേലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളർ പെയിൻറ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കുറച്ച് ഗോൾഡ് കളറും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, ബ്ലാക്കിൻ്റെ മുകളിലൂടെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ റോസ് ഫ്ലവേഴ്സൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് പല കളേഴ്സിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കൃഷ്ണൻ്റെ തീമിന് ഒന്ന് ബ്ലൂ ഒക്കെ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തില്ല. ആ ഒരു ജ്വല്ലറിയുടെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണുന്ന വിധത്തിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കണ്ടോ, വളയുടെ ഭാഗം, തലയുടെ ഭാഗം, അവിടേക്കൊന്നും നമ്മൾ ഒട്ടിച്ചു കൊടുത്തില്ല. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് അറിയില്ല, കവറായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ ഹാങ്ങിങ്സ് കൊടുക്കുകയാണ്. ഇത് ബാക്ക് സൈഡിൽ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ഉള്ളൻ ത്രെഡ് എടുത്തിട്ട് ഒന്ന് ഹാങ്ങിങ് കൂടെ കൊടുത്തു. അവിടെയും നമ്മൾ ഒരു പേപ്പർ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിൽ ഡെക്കോറേറ്റ് ചെയ്ത് വെച്ച് നോക്കാം. കണ്ടോ, വാളിൽ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്കിപ്പോൾ ആ ഒരു ഫ്ലവർ വെച്ചപ്പോൾ കൃഷ്ണന് അത്രയ്ക്ക് അങ്ങോട്ട് അട്രാക്ഷൻ തോന്നിയില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ കൊന്നപ്പൂ ഉണ്ടല്ലോ, നമ്മൾ 2 ടൈപ്പിലുള്ള കൊന്നപ്പൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു അട്രാക്ഷൻ തോന്നി കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഫ്ലവേഴ്സിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊന്നപ്പൂ ഉണ്ടാക്കുകയാണെങ്കിൽ, കൊന്നപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വോളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വിഷു ആയതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ ഒരു കൃഷ്ണൻ്റെ വീഡിയോ ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മുടെ സീരീസ് അവസാനിപ്പിക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിഷു സീരീസിന് ഇതുപോലത്തെ ഒരു വോൾ ഡെക്കോറായിട്ട് ലാസ്റ്റ് നമ്മുടെ വിഷു സീരീസ് അവസാനിപ്പിക്കുകയാണ്. നാളെ തൊട്ട് നമുക്ക് റമദാൻ സീരീസ് തുടങ്ങാം. നാളെയല്ല, നാളെ വിഷുവിൻ്റെ വീഡിയോസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റമദാൻ സീരീസ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടുകാർക്കോ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.